ഹാപ്പി ദിവാലി. ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ദിവാലി ആശംസകൾ. ദിവാലി എല്ലാം കഴിഞ്ഞു എന്നറിയാം, എന്നാലും ഇരിക്കട്ടെ ഒരു ആശംസ. അപ്പോൾ ദിവാലിയുടെ ദിവാലി വൈകുന്നേരമാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ അന്ന് ചെറിയൊരു സ്ട്രിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ദിവാലിയുടെ ഒരു വൈബ് കൊണ്ടുവരണമെങ്കിൽ നല്ല വിളക്കൊക്കെ കത്തിച്ചേക്കണമല്ലോ. ചെറാതുണ്ടായിരുന്നു കുറച്ച്, അപ്പം ചെറാതിൽ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമുക്ക് ദിവാലിയുടെ ഒരു വൈബ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുവേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടാൻ വേണ്ടി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അവരും വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതാ ഓരോ ചെറാതിലും എണ്ണയൊക്കെ നിറയ്ക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ തിരിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചു ആണെങ്കിൽ എല്ലാ തിരിയും അവൾ തന്നെ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡുങ്കുടിന് വെക്കാൻ കൊടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത് അവൾ ഇടുന്ന തിരിയിലെ എണ്ണയൊക്കെ ഒന്ന് നനച്ച് ഇപ്പുറത്തെ സൈഡിലോട്ടൊന്ന് മാറ്റി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക, കഴിയാത്തത് നിങ്ങൾ നീക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഡുങ്കുടുവിനെ അങ്ങനെ പിടിച്ചിരുത്തും. അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോഴും ഒരു പ്രത്യേക വൈബാണല്ലോ അല്ലേ, അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം ചെറാതിലും എണ്ണയും തിരിയൊക്കെ ഇട്ടതിന് ശേഷം കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള അടിയായിരുന്നു. സച്ചു കത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഡൂഡു 2 കത്തിക്കുക, എന്നിട്ട് ഞാൻ ബാക്കി കത്തിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ലൈറ്റർ ഉണ്ടല്ലോ, 2 പേർക്കും ഓരോ സൈഡിൽ കൂടെ കത്തിച്ച് തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ 2 പേരും ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തിച്ച് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തിരിയൊക്കെ ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നത് ശരിയാവാണ്ടാവുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോകുമല്ലോ, അതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് കയറ്റി വെച്ച് കൊടുത്തത്, എല്ലാത്തിനും നല്ല വെളിച്ചമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ ജനലിൻ്റെ ഇവിടെയാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചേ. പിന്നെ ഞാനിങ്ങനെ വെക്കുന്നതാണെപ്പോഴേക്കും പിന്നെ സച്ചു തുടങ്ങി, ഇനിയുള്ളതെല്ലാം ഞാനാണ് വെക്കുന്നത്, എനിക്ക് കാണിച്ചു തന്നാൽ മതി എവിടെ വെക്കണമെന്നുള്ളതെന്ന് പറഞ്ഞ് പിന്നെ അവൾ വന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വെച്ചോളാൻ പറഞ്ഞപ്പോഴേക്കും അവിടെയും കൂടി വന്ന് 2 3 കത്തിച്ച് വെച്ചു. അപ്പോൾ ഇതും കൂടി ചോദിച്ചു അതെന്താ ഞാൻ വെക്കാത്തതെന്ന് ചോദിച്ചു. അവളും പിന്നെ കൂടെ വന്നു കേട്ടോ. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചെറാത് അങ്ങനെ 2 3 സ്ഥലത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചെറാത് ഞാനിങ്ങനെ വട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് സെറ്റാക്കിയിരുന്നപ്പോഴേക്കും പിന്നെ അമ്മയും വന്നു. അമ്മ വന്നത് ഇതിങ്ങനെ നമുക്കിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ വെച്ച് അതങ്ങ് സെറ്റാക്കി കേട്ടോ. ഇപ്പം മൊത്തത്തിൽ ദിവാലിയുടെ ഒരു വൈബൊക്കെ വന്നു, പിള്ളേരും ഭയങ്കര സന്തോഷമായി. ഈ എല്ലാ ലൈറ്റും കത്തിച്ച് കഴിയുമ്പോഴേക്കും നമുക്കിനി ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണ്ടേ, എന്നല്ല വിളക്കിൻ്റെ ഭംഗിയാണുള്ളൂ. അപ്പോൾ ഈ മണി പ്ലാന്റ് ഇവിടെ ഇരിക്കുന്നിടത്ത് ഞാനൊരു ചെറിയ സ്ട്രിങ് ലൈറ്റ് ബാറ്ററിയുടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൂടാതെ ഈ ജനലിൻ്റെ അവിടെ കഴിഞ്ഞ ദിവസം ഒരു ലൈറ്റ്സ് ഡുങ്കുടിൻ്റെ റൂമിൽ നിന്ന് ഊരി വെച്ചത് അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈറ്റും കൂടിയും കത്തിച്ച് പിന്നെ നമ്മുടെ വിളക്കുകളും നമ്മുടെ ചെരാതുകളും എല്ലാം കൂടിയുള്ള ആ ലൈറ്റ് കണ്ടപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. പിന്നെ ഇരുട്ടൊന്നും വിചാരിക്കരുത്, ഇപ്പുറത്തുള്ള ലൈറ്റ് കാണിക്കാം, അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അലക്സ കൃത്യമായിട്ടൊരു നോട്ടിഫിക്കേഷനും കൂടി തന്ന് അലക്സയുടെ റിങ്ങും കൂടി ഇരുന്ന് കത്തുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ മൊത്തത്തിലൊരു ദിവാലിക്ക് എൻ്റെ വകയും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അലക്സയും കൂടി നമ്മൾ ദിവാലി ആശംസിച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഒക്കെ കത്തിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ദിവാലിയുടെ ലൈറ്റ്സ് മാത്രമല്ലല്ലോ, സ്വീറ്റ്സും കൂടി വേണ്ടേ. സ്വീറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അതായത് ദിവാലിയുടെ തലേ ദിവസം നമ്മൾ ലെസ്റ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ലെസ്റ്ററിൽ ദിവാലി ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയ സമയത്ത് നമ്മൾ അവിടുന്ന് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദിവാലിയുടെ അന്നാണ് അവിടെ മെയിനായിട്ടുള്ള ആഘോഷം എന്നുണ്ടെങ്കിലും നമുക്ക് അന്ന് സനോന് ഡ്യൂട്ടി ആയിരുന്നു, അപ്പോൾ അത് കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തലേ ദിവസം പോയിട്ട് അമ്മേനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് തന്നെ കുറച്ച് ഫയർ വർക്ക്സും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി മേടിച്ച സനോജ് കടയിൽ ഞാൻ സ്വീറ്റ് ഷോപ്പിൽ കയറിയ സമയത്ത് സനോജ് ഇവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിയെന്ന്. അപ്പോൾ അതെല്ലാം അങ്ങനെ നിരത്തി വെച്ച് പപ്പേനെ പിന്നെ വെയിറ്റ് ചെയ്യലായിരുന്നു. പിന്നെ സനോജ് വേഗം ജോലി കഴിഞ്ഞ് വന്നപ്പം വേഗം വന്ന് നമുക്കത് പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് രാത്രിയിലത്തേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് കത്തിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കത്തിക്കലായിരുന്നു. പിന്നെ ഡുങ്കുടൂരാണെങ്കിൽ ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ സ്കാർഫും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് വന്നേക്കണേ കേട്ടോ. No, you have to do it in pose, otherwise it won't. നാളെ ഇതെല്ലാം പറക്കെടുത്താൽ മതി. അങ്ങനെ കുറച്ച് ഏറുപടക്കം ഞങ്ങളെല്ലാവരും മാറി മാറി അടിച്ചു പൊട്ടിച്ചതിന് ശേഷം അടുത്തത് നമ്മുടെ കമ്പിത്തിരിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു പ്രത്യേക വൈബാണല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നാട്ടിൽ ഇങ്ങനെ ഭയങ്കര അമിട്ട് വിരിയുന്നതും പടക്കം പൊട്ടിക്കുന്നതൊക്കെ കാണാനും ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത്രയും നമ്മുടെ നാട്ടിലുള്ള അത്രയൊന്നും കിട്ടില്ലല്ലോ. അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ചെറിയൊരു വൈബൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ വൈബ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ ലെസ്റ്റിൽ നിന്ന് തന്നെ മേടിച്ചതായിരുന്നു കമ്പിത്തിരികളൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 5 6 പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല, പിറ്റേ ദിവസമൊക്കെ നമ്മൾ എടുത്ത് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അകത്താണ് ഇട്ടിരിക്കുന്നത്, കാരണം അമ്മയ്ക്ക് ഈ പുക അടിക്കുമ്പോണ്ടല്ലോ ശ്വാസം മുട്ട് വരും, ചെറുതായിട്ട് അലർജി ഉണ്ട്. അപ്പോൾ
അത് കാരണം അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നെല്ലാം കണ്ടോളാം, പുറത്തോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. പുറത്താണെങ്കിൽ നമ്മൾ ഏറുപടക്കം മഴയുണ്ടായിരുന്നു ഇന്ന്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മഴയായിരുന്നു. അത് കാരണം ചെറിയ നനവൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഏറുപടക്കം പൊട്ടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പിത്തിരികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കത്തിക്കില്ല. പിന്നെ പുകയുണ്ടല്ലോ, നന്നായിട്ട് പുക വരാൻ തുടങ്ങിയപ്പോഴേക്കും അകത്തോട്ട് കയറാൻ തുടങ്ങി. അപ്പം അമ്മ പതുക്കെ അവിടുന്ന് അടുക്കളയിൽ നിന്ന് മാറി ഹോളിലോട്ട് ഇരിപ്പായി. അപ്പം ഞങ്ങൾ പിന്നെ വാതിൽ അടച്ചിട്ടു. കാരണം ഇല്ലെങ്കിൽ പിന്നെ പുക മുഴുവൻ അകത്തോട്ട് കയറി നമ്മൾ അകത്ത് കയറുമ്പം ഫുള്ള് പുക അവിടെ ആയിരിക്കുമല്ലോ. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ ചെറുതായിട്ട്, ഒരുപാട് പുകയൊന്നും ഇങ്ങനെ വെറുക്കുന്നതും പൊട്ടയാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു മുഴുവനായിട്ട് ഇന്ന് കത്തിച്ച് അങ്ങനെ പുക മൊത്തം ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറച്ചനെ കത്തിച്ചോളൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും ആ ഒരു ഇങ്ങനെ പല പല ബാച്ചസ് ആയിട്ട് എടുത്തുകൊണ്ട് ചിലയിലൊക്കെ കളർ ഉണ്ടായിരുന്നു, ഗ്രീൻ കളറ്, റെഡ് കളറ്, പിന്നെ ചിലതങ്ങനെ കളറില്ലാത്തത്, അങ്ങനെയൊക്കെ. സച്ചുകത രണ്ട് കയ്യിലും വേണമെന്ന് പറഞ്ഞ് രണ്ട് കയ്യിലൊക്കെ മാറി. അതും ഒരു ഒരു ഞാനും പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ഒറ്റ ഒരെണ്ണത്തിൽ മൂന്നെണ്ണം ഇങ്ങനെ അറ്റത്തൊരെണ്ണാക്കും നടുക്കൊരെണ്ണാക്കും, എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മൂന്നെണ്ണം ആക്കിയിട്ട് കേട്ടോ ഇവളിങ്ങനെ ചെയ്തേക്കില്ല, രണ്ടെണ്ണം അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കത്തിക്കായിരുന്നു കേട്ടോ. കണ്ട രണ്ടെണ്ണത്തിലും ഇങ്ങനെ രണ്ട് ഇതാക്കി അതുപോലെയൊക്കെ ആക്കിയിട്ട് അവരതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് നന്നായിട്ട് ആസ്വദിച്ചു. ഇത് മൊത്തം റെഡ് കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിലായിരിക്കുമ്പോഴും ദിവാലി അങ്ങനെ വലിയ ആഘോഷം ഇപ്പൊ പൊതുവെ പിന്നെ ആൾക്കാർ ആഘോഷിച്ചു തുടങ്ങി തോന്നുന്നു. പക്ഷെ ഞങ്ങളൊക്കെ നാട്ടിലുണ്ടായ സമയത്ത് ഞാൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ദിവാലി നല്ല ആഘോഷമാണല്ലോ അവിടെയൊക്കെ. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ അധികം ആഘോഷിക്കലൊന്നും കാണാറില്ല. മിക്കവാറും ചെറാത് കുറച്ച് കത്തിച്ച് വെക്കുന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. ചെറാത് കത്തിക്കലും കപ്പത്തിരി കത്തിക്കലും അങ്ങനെയൊക്കെ ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ UK യിലാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഇങ്ങനെ അമിട്ട് പൊട്ടിക്കുന്നതൊക്കെ കാണാം. പിന്നെ നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, അത് ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ദീപാവലി ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എന്ത് സംഭവമാണെങ്കിലും സച്ചുവിൻ്റെ വക ഒരു ചെറിയ കലാപരിപാടികളുണ്ട്. അതായത് അവള് ഇങ്ങനെ ഇരുന്ന് യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഓരോ കാർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാർഡ്സ് ആയിട്ട് അവൾ എന്നെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇതൊന്നും ഒരാൾക്കും കാണിച്ചു തരില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തന്നതാ, അല്ലെങ്കിൽ അവൾ അതൊന്നും കാണിച്ചു തരില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇത് ആക്ച്വലി സിമ്പിളായിട്ടാണ് ചെയ്തത്. അവൾ അന്ന് രാവിലെ ആയിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇവൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒരു അസംബ്ലിയാന്ന് പറഞ്ഞ് എല്ലാവരും നിരത്തി പിടിച്ച് അങ്ങ് ഇരുത്തും. പിന്നെ ആ നിരത്തി പിടിച്ചിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫോണൊന്നും തൊടാൻ പാടില്ല. ഫോൺ വരുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ഒരു എന്താ പറയുക, ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാവാതെ നമുക്കെല്ലാം ചെയ്തു തരണം. പിന്നെ കാർഡ്സ് എല്ലാം അവൾ എല്ലാവർക്കും കാണിച്ചു തരും. ഇതൊന്നും അവൾ ആർക്കും കയ്യിൽ കൊടുക്കൂല, അവൾ തന്നെ ഇങ്ങനെ കാണിച്ചു തരും. അവൾ തന്നെ അകത്ത് പിന്നെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ആർക്കിൽ ഒരാൾക്ക് വായിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ വായിക്കാം എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ ഉറക്കെ വായിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ അവൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കൽ, പാട്ടുപാടൽ, അത് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടും ഇതെല്ലാവരെയും വന്ന് ഓരോ റൗണ്ട് ഇങ്ങനെ കാണിച്ചു തരും. ആരുടെയും കയ്യിലൊന്നും തരുന്നില്ല, ഈ വായിച്ച് കേട്ടതല്ലേ എന്ന് ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ അടുത്ത കാർഡ് എടുക്കുന്നതിന് മുമ്പ് ഇതാ ഒരു ചെറിയൊരു ഡാൻസ് പരിപാടി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു മൂന്ന് കറക്കം കറങ്ങിയതിന് ശേഷമാണ് പിന്നെ അടുത്ത കാർഡ് എടുക്കുക. അടുത്ത കാർഡും ഇതാ ആരുടെയും കയ്യിൽ കൊടുക്കൂല, ഇതാ എല്ലാവരെയും കൊണ്ടുവന്ന് മുഖം കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം അവള് തന്നെ അപ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ തുറക്കാം. ഇല്ലല്ല ഞാൻ തുറന്നുതരാമെന്ന് പറഞ്ഞു അവൾ തന്നെ തുറന്നു നിൽക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് നല്ല ഹാപ്പിന്നും, പിന്നെ അത് തുറക്കുന്ന സമയത്ത് ദിവാലി നീരുണ്ട്, ഹാപ്പി ദിവാലി എന്നുള്ളത്. അതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഡാൻസും കൂടി വേണ്ടേ, അങ്ങനെ ആ ഡാൻസും കൂടി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് എല്ലാവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണ്. അപ്പോൾ ഏത് സ്റ്റിക്കർ ആർക്ക് കൊടുക്കുന്നില്ലല്ലോ. ആദ്യത്തെ ആർക്ക് വേണം എന്ന് അവൾ കണ്ണുകൊത്തി ഒരെണ്ണം കൊടുക്കുന്നു. ആദ്യം ആരാണോ കൈ പൊക്കുന്നത് അവർക്ക് കൊടുക്കുന്നു. പിന്നെ ഇത് അടുത്ത ആൾ കൈ പൊക്കി അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് എന്താണെന്ന് അറിയോ, അതിൻ്റെ ഇപ്പം എനിക്കാണ് ലാസ്റ്റ് വരുന്നത്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞ സ്റ്റിക്കർ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും ദിവാലിക്ക് സ്വീറ്റ്സ് നമ്മൾ വാങ്ങി വെച്ചതേ ഉള്ളൂ, സമയം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എല്ലാവർക്കും ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നീ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ പിന്നെ നീ തന്നെ സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് നീ തന്നെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ദിവാലിയിൽ ഇതൊക്കെ പ്രത്യേകതയാണ്, ഇത് മാത്രമൊന്നും അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനത്തെ അവള് എല്ലാവർക്കും സ്വീറ്റ്സ് ആകെ ഇത്ര സ്വീറ്റ്സല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും പിശുക്കി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിശുക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ അവളങ്ങനെ കുറേ കഴിക്കൊന്നുമില്ല കേട്ടോ. അവൾക്ക് മെയിനായിട്ട് ലഡ്ഡു ഒക്കെ ഉണ്ട്. ആ ലഡ്ഡു ഒന്നും എടുത്ത് അവൾ പൊട്ടിച്ചു കൊടുത്തില്ല, അതിനെ അവിടെ തന്നെ വെച്ചു, ബാക്കിയുള്ളത് കൊടുത്തുള്ളൂ. കാരണം അവളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലഡ്ഡുവാണ്. അപ്പോൾ അത് അവളങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് അവൾക്കും ഇഷ്ടമാണ്, എന്നാൽ വലിയ ഇഷ്ടമില്ലാത്ത ഒരു ടൈപ്പിൽ അങ്ങനത്തെ സ്വീറ്റൊക്കെ എടുത്തിട്ട് അതിൽ നിന്നാണ് കേട്ടോ എല്ലാവർക്കും കൂടി. ഞാൻ ഇപ്പുറത്ത് പറയുന്നത്, ഇപ്പുറത്ത് എന്ന് വെച്ചാൽ അറ്റത്തുനിന്ന് പോയി എടുക്കാണ്ട് ഇപ്പുറത്ത് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല ഞാനിത് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ
പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുന്നതുകൊണ്ടേ നമുക്ക് പൊക്കി എടുക്കാൻ പാടാണല്ലോ, കഷ്ടപ്പെട്ടൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവളിങ്ങനെ കയ്യിൽ മേടിച്ചപ്പോൾ എന്ത് പ്രസാദം മേടിക്കുന്ന പോലെയാണല്ലോ മേടിക്കുന്നതൊക്കെ അങ്ങനെ പറഞ്ഞ് ഇത് ആക്ച്വലി ഉണ്ടല്ലോ പറയുമ്പോൾ ഇതെന്താണ് ഇവളീ വന്ന് അസംബ്ലി ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ എല്ലാവരും കൂടി ഇരിക്കുന്നു, ഫോൺ തൊടാൻ പാടില്ല. ആദ്യമേ അവൾക്കൊരു നിയമം ഉള്ളതാണ്, ഒരൊറ്റ ആൾ ഫോൺ തൊടാൻ പാടില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അവൾ എന്നെ സമ്മതിച്ചത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അവള് ഫോൺ തൊടാൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്. അപ്പം എല്ലാവർക്കും അവള് സ്വീറ്റ്സ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പറഞ്ഞ നിനക്ക് സ്വീറ്റ്സ് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൾ എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഞാൻ പറയാം ഇത് നല്ല പരിപാടിയാണ്, കാരണം ഇപ്പം എല്ലാവരുടെയും അവൾക്ക് സ്വീറ്റ് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വീറ്റ് കിട്ടിയത് അവൾക്കാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഒരു കളിയും ചിരിയും ബഹളത്തോടു കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ ദിവാലി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.